നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടാണോ തേർഡ് പാർട്ടിയോടാണോ അവർക്ക് ഏറ്റവും കൂടുതൽ കണക്ഷൻ, ഒരു ഇമോഷണൽ ബോണ്ടിങ്, സ്നേഹം, അത് അവർക്ക് നിങ്ങളോടാണോ തേർഡ് പാർട്ടിയോടാണോ എന്നാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിങ്ങിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മനസ്സ് കൂളാക്കി വെച്ച് പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ആദ്യം നിങ്ങളോടുള്ള ഫീലിങ്സ് നോക്കാം നമുക്ക്. ദ ഫുൾ കാർഡാണ്. ഈ റിലേഷന് വേണ്ടി, നിങ്ങളുമായിട്ടുള്ള കണക്ഷന് വേണ്ടി എന്ത് എഫേർട്ട് ഇടാനും അവർ തയ്യാറാണ് എന്നുള്ളതാണ്. ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷനിൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും അതിനെ ഫേസ് ചെയ്യാൻ അവർ തയ്യാറാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അങ്ങനെ അവർ ഫേസ് ചെയ്യാൻ തയ്യാറാവുന്നത് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹവും ബോണ്ടിങ്ങും കാരണമാണ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. 3 ഓഫ് സോർഡ്സ് എനർജിയാണ്. നിങ്ങളുമായിട്ടുള്ള റിലേഷനിൽ നിങ്ങളിപ്പോൾ സെപ്പറേറ്റഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ, അത് ഈ തേർഡ് പാർട്ടിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ അവർ ഭയങ്കരമായിട്ട് പെയിൻഫുൾ ആയിട്ടാണ് നിൽക്കുന്നത്. നിങ്ങളിൽ നിന്നുള്ള അകൽച്ച, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്നത് അവരെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട്. അവര് മാനസികമായിട്ട് അത്രയും പെയിൻ അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ടെൻ ഓഫ് കപ്സ് എനർജിയാണ്. അവര് നിങ്ങളെ അത്രയും സ്നേഹിക്കുന്നുണ്ട്, അവരുടെ ഫാമിലി പോലെ തന്നെയാണ്, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നിങ്ങൾ തന്നെയാണ് എന്നാണ് കാണിക്കുന്നത്. അത്രയും ആത്മാർത്ഥമായിട്ട് അവർ നിങ്ങളെ സ്നേഹിക്കുന്നു. അവര് ആത്മാർത്ഥമായിട്ടാണ് അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം, ബോണ്ടിങ് എല്ലാം ഉള്ളത് എന്നാണ് കാണിക്കുന്നത്. ദ ഹയറോഫന്റ് എനർജിയാണ്. നിങ്ങൾ മാരീഡ് അല്ലാത്ത ആളുകളാണെങ്കിൽ ഒരു മാരേജ് ഈ റിലേഷനിൽ പോസിബിൾ ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു മാരേജ്, ഒരു കമ്മിറ്റ്മെന്റ് ഈ റിലേഷനിൽ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ മാരീഡ് അല്ലെങ്കിൽ പിന്നെ അതായത് മാരീഡ് ആയ ആളുകളാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻ കൂടുതൽ സ്ട്രെങ്തൻ ആവും. ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു കമ്മിറ്റ്മെന്റിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. എന്തായാലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള കമ്മിറ്റ്മെന്റ് ഈ റിലേഷനിൽ അവർ നിങ്ങൾക്കാണ് തരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. ഏസ് ഓഫ് പെന്റിക്കിൾസ് ആണ്. ഇതും അത് തന്നെയാണ്, കമ്മിറ്റ്മെന്റ് ആണ്. സ്ട്രോങ് ആയിട്ട് ഈ റിലേഷനിൽ അവർ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളോട് അവർക്ക് അത്രയും ഒരു ബോണ്ടിങ് ഉണ്ട്, നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ അവർക്ക് വേണം എന്നുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചിന്ത നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. അവർ അത്രയും റിലേഷൻ അവരുടെ ലൈഫിൽ വേണം എന്നുള്ള ഒരു ചിന്തയിലാണ് ഈ റിലേഷൻ നിൽക്കുന്നത്. അത്രയും സ്നേഹവും ബോണ്ടിങ്ങും കണക്ഷനും ഒക്കെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുണ്ട് എന്നാണ് കാണിക്കുന്നത്. 3 ഓഫ് പെന്റിക്കിൾസ് ആണ്. ഇത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. ഒരു തേർഡ് പേഴ്സന്റെ ഇൻഫ്ലുവൻസ് സത്യം പറഞ്ഞാൽ ഈ റിലേഷനിൽ, അതാണ് നിങ്ങൾ തമ്മിലുള്ള റിലേഷനിൽ ഇഷ്യൂസ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ള റിലേഷനെ ഒരു തേർഡ് പേഴ്സൺ ഇൻഫ്ലുവൻസ് ചെയ്ത് അത് നിങ്ങൾക്കൊരു ഡിസ്റ്റർബൻസ് ആവുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നു എന്നുള്ളതാണ്. അത് നിങ്ങളുടെ പേഴ്സണും അറിയാം എന്നുള്ളതാണ്. അവർ അത് മനസ്സിലാക്കുന്നുണ്ട്. ഈ തേർഡ് പേഴ്സന്റെ ഇൻഫ്ലുവൻസ് അവരുടെ നിങ്ങൾ തമ്മിലുള്ള കണക്ഷനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നു എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് നിങ്ങളുടെ നോക്കുന്നതിന് മെസ്സേജ് കാർഡ് നോക്കാം. നിങ്ങൾക്കുള്ള പേഴ്സന്റെ ഞാൻ പറഞ്ഞല്ലോ, മാരേജ് കാർഡ് കാണിക്കുന്നുണ്ട്. ഇവിടെ കമ്മിറ്റ്മെന്റ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കാണ് ഒരു കമ്മിറ്റ്മെന്റ് അവർ തരാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻ കമ്മിറ്റഡ് ആയിട്ട് കൊണ്ടുപോകണം എന്ന് നിങ്ങളുടെ പേഴ്സൺ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. തേർഡ് പാർട്ടി എന്ന് കാണിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി ആണ് ഈ റിലേഷനിൽ നിങ്ങളുടെ ഈ റിലേഷൻ സ്ട്രെങ്തൻ ആക്കി കൊണ്ടുപോകുന്നതിന് മെയിൻ ആയിട്ട് ഒരു തടസ്സമായിട്ട് കാണുന്നത്. പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡ് ആവും, അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ ആണ് നിങ്ങളുടെ ഇടയ്ക്കൊരു ഡിസ്റ്റർബൻസ് ആവുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. റീയൂണിയൻ എന്നാണ് കാണിക്കുന്നത്. ഈ റിലേഷൻഷിപ്പിൽ ഒരു റീയൂണിയൻ ഉണ്ടാവും. നിങ്ങൾ തമ്മിലുള്ള കണക്ഷനും ബോണ്ടിങ്ങും എല്ലാം നിങ്ങളിലേക്ക്, ഈ പേഴ്സണുമായിട്ടുള്ള കണക്ഷൻ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്.
നമുക്ക് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻ നോക്കാം. തേർഡ് പാർട്ടിയോട് എന്താണ് ഫീലിങ്സ് എന്നാണ് നോക്കുന്നത് കേട്ടോ. നയൻ ഓഫ് പെന്റിക്കിൾസ് എനർജിയിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. തേർഡ് പാർട്ടി ഫിനാൻഷ്യൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ഇവരെ യൂസ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങളുടെ പേഴ്സണ് മനസ്സിലാവുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. അവർ ഫിനാൻഷ്യൽ കാര്യങ്ങളോട്ടാണ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഈ തേർഡ് പാർട്ടി എന്നാണ് കാണിക്കുന്നത്. ഇവരിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ തേർഡ് പാർട്ടി ഇവരെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ അറിയാം. അതാണ് ഇവർക്ക് ഈ റിലേഷനിൽ ഒരു താല്പര്യമില്ലാത്തത്. അതായത് തേർഡ് പാർട്ടിയുടെ നെഗറ്റീവ് സൈഡ് എന്താണെന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. നൈറ്റ് ഓഫ് വാൻസ് ആണ് ഇവിടെ തേർഡ് പാർട്ടിയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അവരുമായിട്ടുള്ള ഒരു സത്യം പറഞ്ഞ ഒരു കമ്മ്യൂണിക്കേഷൻ വഴിയാണ് ഈ തേർഡ് പാർട്ടിയുമായിട്ടുള്ള കണക്ഷൻ ഉണ്ടായിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത്. തേർഡ് പാർട്ടിയുമായിട്ടുള്ള സംസാരത്തിൽ അല്ലെങ്കിൽ അവരുമായിട്ട് ഇടപെടലുകളിലോ ഒക്കെ അവര് ഒരു നെഗറ്റീവ്, അതായത് ഇവരിൽ നിന്നുള്ള നിങ്ങളുടെ പേഴ്സണിൽ നിന്നുള്ള എല്ലാ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ആയിക്കോട്ടെ, എല്ലാ രീതിയിലുള്ള ഒരു ബെനിഫിറ്റ് ആഗ്രഹിച്ച് അല്ലെങ്കിൽ ഒരു അവർക്കുള്ള സെൽഫിഷ് ആയിട്ട് അവർ ആഗ്രഹിക്കുന്ന നേട്ടത്തിന് വേണ്ടി നിൽക്കുന്നതായിട്ട് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നതായിട്ടാണ് കാണുന്നത്. ദ ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. ഇവര് ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു ലേഡി ആണെന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണെ കൺട്രോൾ ചെയ്യുകയും അവരെ അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് അവരുടെ ഇഷ്ടത്തിനായിട്ട് യൂസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടിയോട് ഒരു സഹതാപത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ഒരു സോഫ്റ്റ് കോർണർ ഉള്ള ഒരു പേഴ്സൺ ആണ്. അപ്പോൾ ഈ പാവത തോന്നുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഒരു സിമ്പതി തോന്നുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഇവരോട് ആ രീതിയിൽ അപ്രോച്ച് ചെയ്തപ്പോഴും ഇവർ ആ ഒരാളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ നിന്നതാണ്. പക്ഷെ അത് ഈ തേർഡ് പാർട്ടി ഭയങ്കരമായിട്ട് മുതലെടുത്തു എന്നാണ് കാണിക്കുന്നത്. അങ്ങനെ നിങ്ങളുടെ പേഴ്സണെ അവരുടെ കൺട്രോളിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഫോർ ഓഫ് കപ്സ് എനർജിയാണ്. തേർഡ് പാർട്ടി റിലേഷനിൽ അവർ സന്തോഷത്തോടെയല്ല നിൽക്കുന്നത്. അവർക്കൊരു ഇമോഷണൽ ബോണ്ടിങ്ങും അവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അവർക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഈ ഒരു തേർഡ് പേഴ്സണോട് അവർക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നാണ് കാണിക്കുന്നത്. അവരുടെ ലൈഫിലെ സന്തോഷവും സമാധാനവും ഒക്കെ നഷ്ടപ്പെട്ട രീതിയിൽ അവർ ദുഃഖിച്ചിരിക്കുന്നതാണ് ആയിട്ടാണ് കാണുന്നത് കേട്ടോ തേർഡ് പാർട്ടി കണക്ഷനിൽ. എയ്റ്റ് ഓഫ് പെന്റിക്കിൾസ് ആണ്. ഇവിടെ തേർഡ് പാർട്ടി അവരെ അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അത് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. ഇവരെ കൊണ്ട് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു, ഇവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇവരെ ഹാർഡ് വർക്ക് ചെയ്യിക്കുക, ഇവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ ഇടപെടുക, ഇവരിൽ നിന്നും പല കാര്യങ്ങളും സിമ്പതറ്റിക് ആയിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു നിന്ന് നേടിയെടുക്കുക. ഇതാണ് തേർഡ് പാർട്ടി ഈ ഒരു റിലേഷനിൽ നിന്ന് ഇവരോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് അത് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സ്നേഹമോ അല്ലെങ്കിൽ ഇമോഷണൽ അറ്റാച്ച്മെന്റോ നിങ്ങളുടെ പേഴ്സണ് തോന്നുന്നില്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. ഡിസഗ്രിമെന്റ്സ് എന്നാണ് കാണിക്കുന്നത്. തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ഇഷ്യൂസും ഒക്കെ ഉണ്ട്. അതായത് തേർഡ് പാർട്ടി പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സണ് പല സമയത്തും അംഗീകരിക്കാൻ പറ്റുന്നില്ല. അവർ തമ്മിലുള്ള കോൺവെർസേഷനിൽ ഇഷ്യൂസ് ഉണ്ട്. അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. സെൽഫ് ലവ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒരു സെൽഫ് ലവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലോട്ട് മാറിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. കാരണം അവർക്ക് ആ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷനിൽ അവര് സ്നേഹമോ ബോണ്ടിങ്ങോ ഒന്നും അവർക്ക് കിട്ടാതായിട്ടുണ്ട്. അവര് സെൽഫ് ലവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഷാഡോ സൈഡ് എന്നാണ് കാണിക്കുന്നത്. സത്യത്തിൽ എന്താണ് അവരുടെ ഉള്ളിലുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആരെയാണ് ശരിക്കും സ്നേഹിക്കുന്നത്, നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ശരിക്കും അവരെ യഥാർത്ഥത്തിൽ ആരെയാണ് സ്നേഹിക്കുന്നത്, ആരെയാണ് പരിഗണിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു തേർഡ് പാർട്ടി റിലേഷനിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ചതയം, ചോതി, ഏപ്രിൽ,
ഒക്ടോബർ, ഡിസംബർ, നവംബർ, ലെറ്റർ എൻ, ലെറ്റർ വി, 1986, തിരുവോണം, ലെറ്റർ പി, പുണർദം, രോഹിണി, പൂരം, 1988, ഫെബ്രുവരി, മെയ്, കാർത്തിക, രേവതി, ലെറ്റർ വൈ, മൂലം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.